എൻ്റെ പൊന്നോ, വൈകിട്ടായി എന്തൊരു മഴയാണ്. മഴയായാൽ ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് ഭയങ്കര പാടാണ്. വൈകിട്ട് പിരിവിന് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂട്ടി എടുക്കേണ്ട അടുത്ത് ഇപ്പോൾ കാറും എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേടായി. ഞാനാണെങ്കിൽ എപ്പോൾ ഇറങ്ങിയാലും അവിടെ തെന്നി അടിച്ച് വീഴും. അതിൻ്റെ ഇടയ്ക്ക് ഗേറ്റ് എല്ലാം പൂട്ടി, അതൊക്കെ നമുക്കല്ലേ ടാസ്ക്. പിന്നെയാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളും പോയി. നല്ല മഴയാണ്. വൈകിട്ടാകുമ്പോഴേ ഈ മഴയ്ക്ക് പെയ്യാൻ തോന്നുന്നു. പിന്നെ കൊലക്കടയിൽ കയറി കൊലയൊക്കെ എടുത്ത് പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ച്, പിന്നെ ഈ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് പപ്പടമൊക്കെ മേടിച്ച്, നല്ല പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, പപ്പടം അത്യാവശ്യമാണല്ലോ. പിന്നെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു പൊരിപ്പൊക്കെ തിന്ന ഒരു കൊതി വന്ന്. പിന്നെ വണ്ടി ഇരുന്ന് ഇങ്ങനെ പൊരിപ്പൊക്കെ തിന്ന് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് പോകാൻ നല്ല രസമാണ്. അണഞ്ച വയൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തു. പിന്നെ അണ്ണ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയുക, മഴയൊന്നും ഇല്ലായിരുന്നു, വണ്ടിയൊന്നും എടുക്കണ്ടായിരുന്നു, സ്കൂട്ടി വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കൂട്ടി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിൽ വന്ന് ടയറിൻ്റെ ഇടയിൽ വന്ന് ഒന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല. അയാൾ ഞങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ അണ്ണൻ ഓരോടത്ത് എത്തുമ്പോഴത്തേനും പിരിവിന് പോകുമ്പോഴത്തേനും ഇവരുടെ പരാതിയും പരിഭവങ്ങളും എല്ലാം ഞാനാണ് കേൾക്കുന്നത്. ഇവന്മാർ രണ്ടുപേരും കൂടി ഭയങ്കര അടിയാണ്, രണ്ടുപേരും ചേരത്തില്ല, ഭയങ്കര അടി. അപ്പനാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുക, കാര്യറയുള്ളയാന്നൊക്കെ പറയുക, കാര്യറ വന്നിട്ടുണ്ടെന്നും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അപ്പനായിരുന്നു. പിന്നെ അണ്ണ ഓരോ കടകളിൽ കയറുമ്പോഴും ഞാനിങ്ങനെ പോകുന്ന വണ്ടികളും എണ്ണി ഇങ്ങനെ റീലും കണ്ട് അവിടെ ഇരിക്കുക. പോയി കഴിഞ്ഞാൽ പോസ്റ്റാണ്. എന്നാൽ പിന്നെ എനിക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നാൽ പോരെ. എന്നാലും ഞങ്ങൾ എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും അണൻ്റെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. പിന്നെ ഞാൻ ചൂടൊക്കെ കാരണം വെളിയിലോട്ടൊക്കെ ഇറങ്ങി നിന്നു. മഴയാണെങ്കിൽ ചൂടിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ അണ്ണൻ പിരിവിന് ഓരോ കടകളിൽ കയറും തോറും അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും സംസാരം. തിരിച്ചു വന്നിട്ട് വീണ്ടും പോയി അവരോട് സംസാരിക്കാം. എന്നാൽ വിചാരിക്കേണ്ടത് ഞങ്ങൾ ഇതിന് വണ്ടിക്കകത്ത് ഇരിക്കുമോ ഒന്ന് പെട്ടെന്ന് വരാൻ, അതൊന്നും നടക്കത്തില്ല. അണ്ണൻ വീണ്ടും വീണ്ടും. പിന്നെ ഞങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി റംബൂട്ടാനെ കൊണ്ട് വന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് പത്തിരി ഇറച്ചി കഴിച്ച്. ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.